കൃത്യമായി നുസ്രത് ജഹാൻ പറഞ്ഞു, ഈ പണം ആരാവശ്യപ്പെട്ടു? ഈ പണം പിരിച്ചു തുടങ്ങിയ സമയത്ത് അന്നാണ് 16-ാം തീയതിയുള്ള കോടതി കൂടുമ്പോൾ ബ്ലഡ് മണി നിങ്ങൾ സ്വീകരിച്ചിട്ട് ഇവരെ രക്ഷപ്പെടുത്തിക്കൂടെ എന്ന് അപ്പോഴാണ് ഒരു ചോദ്യം വരുന്നത് പോലും. അതിനു മുമ്പ് തന്നെ 34 കോടി ഇവര് ഫിക്സ് ചെയ്തു. ഇവരാ പണം പിരിക്കാൻ തുടങ്ങി. ഇതെവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോയി, ആരാവശ്യപ്പെട്ടു? അതുകൊണ്ടാണ് നുസ്രത് ജഹാൻ എന്ന പുലിക്കുട്ടി ചോദിച്ചത്, നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും കോർട്ട് പേപ്പർ ഉണ്ടോ? ആ കുടുംബം പണം ആവശ്യപ്പെട്ടതിന്റെ രേഖകളുണ്ടോ നിങ്ങളുടെ കയ്യില്? അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് തെളിവായിട്ട് എന്ത് പേപ്പറാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്നാണ് നുസ്രത് ജഹാൻ ചോദിച്ചത്. അതായത് നിങ്ങൾ ഈ 34 കോടി രൂപ പിരിച്ചു കൊടുത്തു എന്ന് നിങ്ങൾ പറയുന്നു. ഈ പണം ആരാണ് വാങ്ങേണ്ടത്? ഏത് എംബസി അറിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ പണം പിരിച്ചത് എന്നാണ് ചോദിച്ചത്. ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചു പോയിട്ടുള്ള ഒരു വിഷയമുണ്ട്. നരേന്ദ്രമോദിക്കും RSSനും എതിരെ നമ്മുടെ കോൺഗ്രസ് നേതാവായ പപ്പു രാഹുൽ ഗാന്ധി BJP സർക്കാർ അവതരിപ്പിച്ച തെരഞ്ഞെടുപ്പ് ബോണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ കൊള്ളയാണ് എന്ന് പറയുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞ മറ്റൊരു വാക്കുണ്ട്. നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ ആരാണ് കൊള്ളയടിച്ചത്, ആർക്കാണ് തീരെഴുതി കൊടുക്കാനിരുന്നതെന്ന് നമുക്കറിയാം. ഇന്നും അതെ, മുസ്ലിം തീവ്രവാദികളുടെ ഇത്തരം പ്രീണന രാഷ്ട്രീയത്തിന് മുമ്പിൽ നമ്മുടെ രാജ്യത്തെ പോലും തീരെഴുതി കൊടുക്കാൻ മടിയില്ലാത്ത വിഭാഗമാണ് ഇവരെന്നും ഇവർ ഇത്രയും കാലവും ഈ രാജ്യം ഭരിച്ചു മുടിക്കുമായിരുന്നെന്നും മുസ്ലിങ്ങളുടെ കാൽ കീഴിലായിരുന്നു ഈ രാജ്യത്തിന്റെ ഭരണമെന്നും നമുക്ക് എല്ലാവർക്കും അറിയുന്ന വസ്തുത തന്നെയാണ്. സൗദിയില് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന റഹീമിനെ രക്ഷിക്കാൻ ജാതിമത ഭേദമന്യേ മലയാളികൾ ഒന്നിച്ചു എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അതുപോലെ RSSനുള്ള കേരളത്തിന്റെ നിശബ്ദമായ മറുപടിയാണെന്ന്. 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമപ്രകാരം പല്ലിനു പകരം പല്ല്, കണ്ണിനു പകരം കണ്ണ്, അതിന് നരേന്ദ്രമോദി എന്തു പിഴച്ചു? എന്നിട്ടും ആ പ്രാകൃതമായ ആ ഗോത്ര നിയമത്തെ ഒന്ന് തൊടാൻ, ഒന്ന് വിമർശിക്കാൻ ഇദ്ദേഹത്തിന് സാധിക്കില്ല. കാരണം ഇന്ത്യയിലെ 25 പണക്കാർക്കു വേണ്ടി 16 ലക്ഷം കോടി രൂപയുടെ ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളി എന്ന് അദ്ദേഹം ആരോപിച്ചു. കൃത്യമായി കഴിഞ്ഞ ദിവസം അംബാനിയുടെയും അദാനിയുടെയും വിഷയം പറഞ്ഞിട്ട് നരേന്ദ്രമോദി പറഞ്ഞു, എന്തേ തെരഞ്ഞെടുപ്പായപ്പോൾ അത്ര പെട്ടെന്ന് രാഹുൽ ഗാന്ധി അവർക്കെതിരെ ഒന്നും ശബ്ദിക്കാതായല്ലോ, എത്ര പണമാണ് വാങ്ങിയത് എന്ന് ചോദിച്ചു. അപ്പോ നമുക്കറിയാം മുസ്ലിങ്ങളാണ് എതിരെ എങ്കിൽ ഇത് തന്നെയാണ് സംഭവിക്കുക. പിന്നെ കേരളം എന്ന് പറഞ്ഞാൽ ഉറക്ക സംസാരിക്കുന്നവരുടെ നാടല്ല, ശക്തമായ രൂപത്തിൽ അനീതികൾക്കെതിരെ പ്രതികരിക്കുന്നവരുടെ നാടല്ല. കാരണം എതിരാളികൾ മുസ്ലിങ്ങളാണെങ്കിൽ കേരളത്തിന്റെ മതേതരത്വം നാണിച്ചു നിൽക്കും. അവർ ജനാധിപത്യത്തെയും നമ്മുടെ മതേതര ഭരണഘടനയെയും തുണി പൊക്കി കാണിച്ചാലും ശരി, ഇവർ നിശബ്ദരായിരിക്കും. ആരാണെങ്കിൽ? എതിർപക്ഷത്തുള്ളവർ കരുത്തുറ്റവരാണെങ്കിൽ, മുസ്ലിങ്ങളാണെങ്കിൽ. കേരളം വിഭജിക്കപ്പെട്ടു കഴിഞ്ഞു, സമുദായങ്ങൾ തമ്മിൽ അടിക്കുകയാണ് എന്നും RSSും BJPയും പ്രചരിപ്പിക്കുന്നത് നുണയാണെന്നും പറഞ്ഞു. അല്ല, അത് തന്നെയാണ് സത്യം, അത് തന്നെയാണ് സത്യം. സൗദിയില് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട റഹീമിനെ നോക്കി രാഹുൽ ഗാന്ധിക്ക് എന്തൊരു വിഷമം. രാഹുൽ ഗാന്ധി കരയുവാണ്. എന്തേ നിമിഷപ്രിയയ്ക്ക് വേണ്ടി കരയാത്തത്? പ്രാണരക്ഷാർത്ഥം ഒരു പെണ്ണൊരുത്തി ചെയ്തതിന് അവൾ എത്രമാത്രം ലൈംഗിക, ശാരീരിക, സാമ്പത്തിക, മാനസിക പീഡനങ്ങൾ നേരിട്ടു. എന്തേ അവര് ഭാരതീയ അല്ലേ? അവര് കേരളക്കാരി അല്ലേ? അവർക്ക് ജാതിമത ഭേദമന്യേ മലയാളികൾ എന്തേ അവർക്ക് വേണ്ടിയിട്ട് കൈകോർക്കാത്തത്? അപ്പോ കേരളം ഏതാനും ദിവസങ്ങൾ കൊണ്ട് 34 കോടി രൂപ സമാഹരിച്ചു എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി അദ്ദേഹം പറയണം, ഇത് ആര് പറഞ്ഞിട്ടാ? ഇത് ആർക്ക് കൊടുക്കാനാ? ആരാവശ്യപ്പെട്ടിട്ടാ? നരേന്ദ്രമോദി അറിഞ്ഞിട്ടാണോ? പോട്ടെ, 2 രാജ്യത്തിന്റെയും എംബസികൾ അറിഞ്ഞിട്ടാണോ? ഒരിക്കലും അല്ല. അപ്പോ ഇതൊക്കെ ഒരു പ്രത്യേകമായ മതവിഭാഗത്തെ പ്രീണിപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടിട്ട് ചെയ്യുന്നതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ആലോചിക്കണം, നമ്മുടെ നാടിന്റെ ഒരു പോക്കെ നമ്മൾ അറിയുന്നില്ല പല കാര്യങ്ങളും. ഇപ്പോ ഈ സൗദി അറേബ്യയിലാണ് ഇയാള് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത്. അയാൾ ജയിലിലാണ് കഴിയുന്നത്. അയാളുടെ മോചനത്തിന് വേണ്ടി എന്ന വ്യാജേനയാണ് ഈ 34 കോടി പിരിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് മൊബൈൽ ആപ്ലിക്കേഷൻ നിർമ്മിക്കുവാണ് 3 യുവാക്കൾ. ഇതിന് പിന്നിൽ പ്രത്യേകമായിട്ടൊരു അജണ്ട ഇല്ല എന്ന് എങ്ങനെ പറയും? 34 കോടി രൂപ പിരിക്കാൻ ഇന്ന് ഇറങ്ങുന്നു, വൈകുന്നേരം എന്താ ആപ്പ് റെഡി. ഈ കോപ്പ് പെട്ടെന്നുണ്ടായതാണെന്ന് നമ്മളാരും വിശ്വസിക്കുന്നില്ല. മലപ്പുറത്ത് ഒതുക്കുങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്ത്
മുനമ്പത്ത് സ്വദേശിയായ അഷ്കർ, കുഴിമണ്ണ സ്വദേശിയായ മുഹമ്മദ്, പിന്നെ അതുപോലെ ആനക്കയം സ്വദേശി, നിലമ്പൂരാണെന്ന് തോന്നുന്നു അല്ലെ, നിലമ്പൂർ ആനക്കയം സ്വദേശി മുഹമ്മദ് ഹാഷിം. ഈ 3 പേരാണ് ഒരു ആപ്പ് ഉണ്ടാക്കുന്നത്. സ്പൈൻ കോഡ്സ് എന്നാണ് ഇവര് അതിന്റെ പേരിട്ടത്. ആ സോഫ്റ്റ്വെയർ കമ്പനിയിലാണ് ഈ ആപ്ലിക്കേഷൻ നിർമ്മിക്കുന്നത് തന്നെ. ഫെബ്രുവരിയുടെ അവസാനമാണ് അബ്ദുറഹീം ലീഗൽ അസിസ്റ്റന്റ് കമ്മിറ്റി ക്രൗഡ് ഫണ്ടിങ്ങിന് വേണ്ടി കസ്റ്റമേഴ്സ് മൊബൈൽ ആപ്പ് നിർമ്മിച്ചത് തന്നെ. അപ്പോ മാർച്ച് 7-ാം തീയതി തന്നെയാണ് ഈ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യുവാണ്. അയച്ച പണം കൃത്യമായി ക്രെഡിറ്റ് ആകും. ഇവർക്ക് ഇപ്പൊ മലദ്വാർ ഗോൾഡ് ബൈജു ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഏറ്റവും കൂടുതൽ പിടിക്കപ്പെടുന്നത് കരിപ്പൂരിൽ. എങ്ങോട്ട് പോകുന്നു? ഇത് ആരാണ് വന്ന് ഇവരെ ജാമ്യത്തിൽ എടുത്തുകൊണ്ട് പോകുന്നത്? ഈ തൊണ്ടി മുതൽ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ ഈ വാർത്ത മാത്രം കാണാറുണ്ട്, അതും വളരെ കുറച്ചു മാത്രം. 1000 എണ്ണം പോകുമ്പോൾ 1 അര മുറിയോ മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെടും, അത്രേ നമ്മൾ കാണാറുള്ളൂ. അപ്പോ ഇത് എങ്ങോട്ട് പോകുന്നെന്നറിയില്ല. അതുപോലെ ഈ 34 കോടി പണം എങ്ങോട്ട് പോകണം എന്ന് അവർക്കറിയാം. ക്രെഡിറ്റ് ആയിട്ട് കൃത്യമായിട്ട് ലഭിച്ചു. ബൈജു പറഞ്ഞതുപോലെ 34 കോടി തന്നെയാണോ? എങ്ങോട്ടാണ് ഈ പണം പോയത്? ഒന്ന് ആലോചിച്ചാൽ മാത്രം മതി. നമുക്കറിയാം ഈ സമാഹരിച്ച പണം അടുത്ത ദിവസം തന്നെ കൈമാറാമെന്ന് ഇവര് പറയുമ്പോൾ, ഇന്ത്യൻ എംബസിയെ വിവരം അറിയിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇവര് പറയുമ്പോൾ അതിന്റെ സത്യാവസ്ഥ നമുക്കറിയില്ല. നുസ്രത് ജഹാൻ ഉടനെ തന്നെ ഇതിന്റെ ഉള്ളുകള്ളികൾ പൊട്ടിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യൻ എംബസി ഇവർ അറിയിക്കുന്നു. സൗദി കോടതിയിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം എന്ന് ഇവര് പറയും. ആര് കണ്ടു? എവിടെ കണ്ടു? എന്നിട്ട് ഉടനെ തന്നെ ഇവര് 34 കോടി പിരിച്ചതിന്റെ അടുത്ത ദിവസം 2 ദിവസം ബാങ്ക് അവധിയാണ്. അത് കഴിഞ്ഞിട്ടേ പണം കൈമാറൂ. ദാ റഹീം വരുന്നുണ്ട്. റഹീം അങ്ങോട്ട് വരുന്നുണ്ട്, ഇങ്ങോട്ട് വരുന്നുണ്ട്. റഹീം വീട്ടിൽ തിരിച്ച്. റഹീമിന് മാത്രമല്ല ഉമ്മയുള്ളത്, എല്ലാ കൊലയാളികൾക്കും അമ്മമാരുണ്ടില്ലേ? ഗോവിന്ദസ്വാമിക്ക് അമ്മയില്ലേ? ഇല്ലേ? അതുപോലെ മറ്റേ ഒരു പയ്യനെ കൊന്ന ഒരു പെണ്ണുണ്ടല്ലോ, ഒരു ഗ്രീഷ്മ കഷായം, ആ പെണ്ണിനും അമ്മയില്ലേ? സയനൈഡ് ജോളിക്ക് അമ്മയില്ലേ? ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്. എന്താണ്? റഹീം കൊല ചെയ്തപ്പോൾ റഹീമിന്റെ ഉമ്മയുടെ കണ്ണുനീരിന് കുറച്ച് കൂടുതൽ ഉപ്പുരസമോ? ഇതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന വസ്തുതകളല്ല. റഹീം രക്ഷപ്പെടുന്നതിന്റെ ചുരുക്കാണ് എന്ന് നിങ്ങൾക്ക് പറയാം. എന്റെ കണ്ണിൽ റഹീം ഒരു കൊലയാളിയാണ്. റഹീം ഏതാണ്ട് അയാൾ ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തേക്കാം. അതിനുള്ള ശിക്ഷ 18 വർഷം അയാൾ അനുഭവിച്ചു കഴിഞ്ഞു. ശരി, അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി മലയാളികളെ പറ്റിച്ച് 34 കോടി രൂപ സമാഹരിച്ചതിനെ ശക്തമായ രൂപത്തിൽ അപലപിക്കുന്നു. കാരണം മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്ക് കിടന്ന് പൊരുതുന്ന ലക്ഷക്കണക്കിന് ആളുകൾ നമുക്കിടയിലുണ്ട്. വേദനയ്ക്കുള്ള ഒരു ടാബ്ലറ്റ് എങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ച് നമ്മളല്ലേ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു പാലോട് നമ്മുടെ ഒരു സുഹൃത്തിനെ നമ്മൾ കണ്ടില്ലേ? എന്താണ്? അനൂപ് കരുനാഗപ്പള്ളി അനു നമ്മൾ കണ്ടതാണ്. അയാൾ എന്താണ് അയാള് കീമോ എന്തോ ചെയ്തിട്ട് എല്ല് പൊടിയുന്നല്ലേ? അങ്ങനെ എത്രയോ ജനങ്ങള് ആ രൂപത്തിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. അവരെ ഒക്കെക്കാൾ ഈ കൊലയാളിയായ റഹീമിന് എന്ത് രൂപത്തിലുള്ള ഇമ്പോർട്ടന്റ് ആണുള്ളത് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്.